ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് അതുപോലെ. അതായത് ഇപ്പോൾ ക്രിയേറ്റീവ് പോസ്റ്റേഴ്സ് ആണോ റീൽസ് കണ്ടന്റ് ആണോ കൂടുതലായിട്ട് ഹുക്കാവുന്നത് എന്നുള്ളത്. അതൊരു സത്യം പറഞ്ഞാൽ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ബ്രാൻഡ് കൺസൾട്ടന്റ് എന്നുള്ള രീതിയിൽ പലപ്പോഴും എൻ്റെ അടുത്ത് ഇതുപോലുള്ള ചോദ്യങ്ങളുമായി ഒരുപാട് പേര് വരാറുണ്ട്. ഇപ്പോൾ റീസെന്റ് വന്ന ഒരുപാട് എൻക്വയറികളിൽ അവർക്കെല്ലാവർക്കും വീഡിയോ ക്രിയേഷൻ അല്ലെങ്കിൽ റീൽസ് ക്രിയേഷൻ ആണ് കൂടുതലായിട്ട് ആവശ്യമുള്ളത്. അതാണ് മാർക്കറ്റിൽ കാണുന്നത്. ഞാൻ പറയുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ അതുമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കണം നിങ്ങളുടെ ഓരോ ക്രിയേറ്റീവ് ആയാലും റീൽസ് കണ്ടന്റ് ആയാലും. ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലായിട്ട് കൃത്യമായിട്ട് അതവിടെ വർക്കാവുന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയൊക്കെ എന്തൊക്കെ റീൽ ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും എന്തൊക്കെ ഗീവ് അവേ കൊടുത്തു എന്ന് പറഞ്ഞാലും നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്ക് കൃത്യമായിട്ട് എത്താനോ അതൊരു ലോങ് ടേം ബേസിസിൽ നല്ലൊരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒറ്റ കാര്യം മാത്രം, ഒരിക്കലും ഒരു ക്രിയേറ്റീവ് സൈഡ് മാത്രം ചിന്തിക്കാതെ അത് നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് നിങ്ങളുടെ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ ബിസിനസ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം.